നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പരിപൂർണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യ പ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നതിൻ്റെ വിശദ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സഹജമാർഗത്തിലെ 10 പ്രമാണങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, അവസാനത്തെ പ്രമാണം, 10ാമത്തെ പ്രമാണം ആണ് ഇപ്പോൾ നമ്മുടെ ചർച്ചാ വിഷയം. റിപ്പന്റൻസിന്റെ പ്രാധാന്യം. രാത്രി കിടക്കാൻ നേരത്ത് അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകൾക്ക് പശ്ചാത്തപിക്കുക, വിനയാന്വിതനായി മാപ്പിരക്കുകയും അവ ഇനി ആവർത്തിക്കുവാൻ അനുവദിക്കുകയില്ലെന്ന് ശരണാഗതനായി മാപ്പിരക്കുകയും ചെയ്യുക. ഇതാണ് അതിൻ്റെ രത്നച്ചുരുക്കം. എന്തിനാണ് ഈ രാത്രി കിടക്കാൻ നേരത്ത് വേണം എന്ന് പറയുന്നത്? നമ്മൾ ദിവസത്തെ ബിസിനസ് കഴിയുമ്പോൾ എല്ലാം ക്രെഡിറ്റ് ഡെബിറ്റ് ബാലൻസ് നോക്കും വൈകുന്നേരം അവസാനം. അതുപോലെ ഒരു ദിവസം കഴിയുമ്പോൾ ഇന്നത്തെ ദിവസത്തിൽ ക്രെഡിറ്റ് സൈഡിലേക്ക്, നന്മയുടെ സൈഡിലേക്ക് ഞാൻ എത്ര ഡിപ്പോസിറ്റ് ചെയ്തു എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുന്നതല്ലാണ്. എവിടേക്കാണ് എനിക്ക് അഹംബോധം പ്രകടിപ്പിക്കേണ്ടി വന്നത്, അറിഞ്ഞോ അറിയാതെയോ? ഭഗവത്ഗീതയിലെ ആദ്യത്തെ ചോദ്യമുണ്ട്. ധൃതരാഷ്ട്രർ സഞ്ജയനോട് ചോദിക്കുന്ന ചോദ്യം: ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദ യൂത്സവ മാമകാ പാണ്ഡവാ ചൈവ കിം അകുർവത സഞ്ജയ. സഞ്ജയനോട് ചോദിക്കുകയാണ്. സഞ്ജയൻ ധൃതരാഷ്ട്രന്റെ തേരാളിയാണ്. പക്ഷേ സഞ്ജയൻ എന്നുള്ള വാക്കിന് ഒരു വിസ്ഡം എന്നുള്ള അർത്ഥം കൊണ്ടുണ്ട്. ഉൾക്കണ്ട് തുറന്നിട്ടുള്ള ഒരു വിസ്ഡം. ധൃതരാഷ്ട്ര റെപ്രസെന്റ് ചെയ്യുന്നത് അന്ധമായിട്ടുള്ള അഹംബോധമാണ്. എൻ്റെ, മറ്റുള്ളത് എന്നുള്ള ചിന്ത. എപ്പോഴും കൗരവന്മാര് എൻ്റെ 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 എന്ന് ചിന്ത. കൗരവന്മാര് ജയിക്കണം. അപ്പോൾ ഒരു ഡിഫറൻസിയേഷൻ വളരെ സ്ട്രോങ് ആണ്. അതാണ് ഈഗോന്റെ പ്രധാനപ്പെട്ടിട്ടുള്ള സ്വഭാവം.
വളരെ ഷാർപ്പ് ഡെഫിനിഷൻസ് ആണ്. ഇത് എനിക്കിഷ്ടമല്ല, ഇത് എനിക്കിഷ്ടമാണ്, ഇത് ധർമ്മമാണ്, ഇത് അധർമ്മമാണ്, ഇത് എന്റെയാണ്, ഇത് മറ്റുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു ചിന്താഗതിയാണ് ധൃതരാഷ്ട്ര സൂചിപ്പിക്കുന്നത്. കഥാപാത്രമായിട്ട് മഹാഭാരതത്തിൽ കാണിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ തന്നെ ഏറ്റവും ലോവസ്റ്റ് തരത്തിലുള്ള ഈഗോ ആണ്. അന്ധമായിട്ടുള്ള ആ ഒരു ഈഗോ, ആഗ്രഹങ്ങൾക്ക് മുകളിൽ പിടിച്ച് നിൽക്കുന്ന ഒരു ഈഗോ. അപ്പൊ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് അറിയാതെ നമുക്ക് തോന്നും, നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് എൻ്റെ ഹൃദയത്തിന് ഭാരം നൽകുന്നത്. ഉറങ്ങാൻ പറ്റുന്നില്ല, ചിലരെ ആയിട്ട് മോശമായിട്ട് പെരുമാറി, നാളെ എനിക്ക് അയാളെ കാണണ്ട, അയാളെ അവോയ്ഡ് ചെയ്യാം, ചിലരോട് വെറുപ്പ്, ചില കാര്യങ്ങൾ ഞാൻ ശരിക്ക് ചെയ്തില്ല എന്നുള്ള കുറ്റബോധങ്ങൾ, ഞാൻ വേണ്ടാത്തതൊക്കെ ചെയ്തു, വേണ്ടതൊന്നും ചെയ്തില്ല അങ്ങനെയുള്ള കുറ്റബോധം നമ്മുടെ ഉള്ളിൽ അലട്ടിക്കൊണ്ടിരിക്കും, നെഞ്ചിലൊരു ഭാരം. അതുകൊണ്ടാണ് മുഖം പ്രായം ചെല്ലുന്തോറും ആകെ ഇരുണ്ടു പോകുന്നത്. നമ്മൾ പലരുടെയും സ്വഭാവം കൊണ്ടറിയാം. കുട്ടിക്കാലത്ത് നല്ല തെളിഞ്ഞ മുഖമുള്ളവര് പ്രായമാകുമ്പോൾ പതുക്കെ പതുക്കെ നെറ്റി ഇങ്ങനെ 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 ചുള്ളി വരും. മുഖത്തൊരു പ്രസാദമില്ല, ചിരിയില്ല. നമ്മൾ വിസ്ഡമുള്ള ആൾക്കാർ നെറ്റി നോക്കൂ, ഒരിക്കലും ആ ചുളി കൊണ്ടല്ല. മറ്റേ ഒമേഗ ഫോൾഡ് എന്നിട്ട് പറയത്രേ സൈക്യാട്രി, ഇങ്ങനെ ചുരുണ്ട് നിൽക്കുന്നത്. കാരണം അത്രയും ഈഗോ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ഏറ്റവും അധികം ഫീൽ ചെയ്യുന്ന സമയം ഉറങ്ങുന്ന സമയത്താണ്. കാരണം പകലുള്ള ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് ഒറ്റയ്ക്കാവുകയാണ്, ആരുമില്ല. രാത്രി ഉറങ്ങുമ്പോൾ എൻ്റെ ഒപ്പം ആരുമില്ല, ഞാൻ ഉറക്കത്തിരിക്കുമ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ സമാധാനമായിട്ട് എനിക്ക് ഉറങ്ങണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ക്രെഡിറ്റ് ഡെബിറ്റ് ബാലൻസിൽ ക്ലാരിറ്റി കൊണ്ടുവരും. അവിടെ റിപ്പൻസ്. ഈ റിപ്പൻസ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് എന്നോട് സയന്റിഫിക് ആയിട്ട് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. നമ്മൾ സൂര്യന് പുറംതിരിഞ്ഞ് നിൽക്കുമ്പോൾ അന്ധകാരം ആണ്, നമ്മുടെ ഡാർക്ക്നെസ്, നമ്മുടെ ഷാഡോ ആണ് കാണുന്നത്, നമ്മുടെ ഷാഡോ ആണ് കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ യഥാർത്ഥത്തിലുള്ള ആ സത്യത്തിൽ നിന്നും പുറംതിരിഞ്ഞ് നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഷാഡോ ആണ്, നമ്മുടെ തന്നെ ഷാഡോ, നമ്മുടെ ഈഗോ സൃഷ്ടിക്കുന്ന ഷാഡോ ആണ് കാണുന്നത്. അപ്പൊ ദിവസം മുഴുവൻ നമ്മൾ ഈ ഷാഡോയിലാണ് കളിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ആ ഡിവിനിറ്റിയെ മറന്നു, എൻ്റെ ഉള്ളിലുള്ള വിവേകബോധം പലപ്പോഴും മറന്നുപോയി. അവിടെയാണ് ഇട്ട് എന്ന് പറയുന്നത്. എനിക്ക് സ്നേഹം കാണിക്കാൻ സാധിച്ചില്ല, സ്നേഹം എവിടെയൊക്കെ പ്രകടിപ്പിക്കാൻ സാധിച്ചില്ല അവിടെയൊക്കെ ഇരുട്ടാണ് ശരിക്കും. എന്നെ സംബന്ധിച്ചോളം അത് ഞാൻ പ്രവർത്തിച്ചില്ല എന്നുള്ള കാര്യം തന്നെയാണ്. ആ പ്രവൃത്തി ഞാൻ ചെയ്തിട്ടില്ല, കാരണം അത് ഇൻകംപ്ലീറ്റ് ആണ്. കംപ്ലീറ്റ് ആവുന്നത് എപ്പോഴാണ്? ആ പൂർണ്ണത, എൻ്റെ തന്നെ ഫൈനൽ വേർഷൻ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതിന് മാത്രമേ അത് പ്യൂർ ആയിട്ടുള്ളൂ, ആ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. എത്ര വലിയ വർക്കായാലും. അശോക ചക്രവർത്തി കലിംഗ രാജ്യം കീഴടക്കിയതിന് ശേഷം കുറ്റബോധം വന്നു, കാരണം അവിടെ ഈഗോ ആണ് പ്രവർത്തിച്ചത്. എൻ്റെ സാമ്രാജ്യത്തിൽ ഒരു ചെറിയൊരു കഷ്ണം ബാക്കി, അതുകൂടി എനിക്ക് എൻ്റേതാക്കണം. അതോടുകൂടിയാണ് അശോക ചക്രവർത്തി മാറിയത്. ഈഗോ നമ്മുടെ സ്നേഹത്തിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് തടസ്സമാവും. സ്നേഹം അനുസ്യൂതമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ് യഥാർത്ഥ നിരന്തര സ്മരണയുടെ ഒരു സ്വഭാവം എന്ന് ബാബുജി മഹാരാജ് പറയുന്നു. ഈശ്വരന്റെ സ്മരണയുള്ള ഒരാൾക്ക് ഒരിക്കലും ഈഗോ അവിടെ മാനിഫെസ്റ്റ് ആവില്ല, എൻ്റെ എന്നുള്ള ചിന്ത അവിടെ വരില്ല. വേണ്ടത് അവിടെ സംഭവിക്കട്ടെ. അപ്പോൾ സ്നേഹം നൽകാൻ സാധിക്കും. സ്നേഹം പ്രകടിപ്പിക്കാൻ സാധിക്കാത്ത ആ ഇരുണ്ട സ്ഥലങ്ങളിലേക്ക് സ്നേഹം ഒഴുകാൻ ഞാൻ അനുവദിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ മാറി നിൽക്കണം. ഞാൻ സൂര്യനിലേക്ക് തിരിയുന്നത് കൂടിയിട്ട് എൻ്റെ ഷാഡോ പിന്നെ ഞാൻ കാണുന്നില്ല. അതുപോലെ ഞാൻ എൻ്റെ ഉള്ളിലുള്ള ഈശ്വരനിലേക്ക് തിരിയുന്നത് കൂടിയിട്ട് ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള അന്ധകാരം ഇല്ലാണ്ടായി മാറും, അത് വെളിച്ചമായി മാറും. അവിടേക്ക് പ്രകാശം ഒഴുകാൻ ഞാൻ അനുവദിക്കും. ഞാൻ തിരിഞ്ഞിരിക്കുകയാണ്, ഞാനാണ് ഇങ്ങോട്ട് ഞാൻ ഇങ്ങോട്ട് തിരിയുമ്പോൾ ഞാൻ മാധ്യമമായി മാറി, മീഡിയമായിട്ട് മാറി, പെർഫെക്റ്റ് ആ ഫ്ലോനെ അനുവദിക്കുന്ന മീഡിയമായി. അപ്പൊ ആ ഡാർക്ക്നെസ്, നമ്മുടെ ഗിൽട്ട് കൊണ്ടുണ്ടായിട്ടുള്ള ഡാർക്ക്നെസ് അവിടെ ഇല്ലാണ്ടായി മാറും. ശരിയൊരു വാക്വിറ്റി സൃഷ്ടിക്കുകയാണെന്നാണ് ബാബുജി മഹാരാജ് പറഞ്ഞത്. നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ശൂന്യത, വാക്വിറ്റി. എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, കഴിഞ്ഞു പോയ കാര്യമാണ് പാസ്റ്റ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ പാസ്റ്റ് ഇസ് ഡെഡ് എന്ന് പറയുന്നത്. പാസ്റ്റ് ഇസ് ഡെഡ് ആണെങ്കിലും അതിന് നമ്മൾ ജീവൻ കൊടുക്കുന്നു, അത് ജീവനോട് കൂടി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നു. ഫ്യൂച്ചറിലേക്ക് ഉള്ളൊരു പ്രചോദനം പോലെ നമ്മുടെ പാസ്റ്റ് തന്നെ നമ്മൾ ഫ്യൂച്ചറായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പാസ്റ്റിനെ നമുക്ക് ബറി ചെയ്യണം എന്ന് പറഞ്ഞാലും ബറി ചെയ്യാൻ പറ്റില്ല. ബറി ചെയ്യല്ല വേണ്ടത്, പാസ്റ്റിനെ നമ്മൾ
പ്യൂരിഫൈ ചെയ്യണം. സഹജമാർഗത്തിൽ പറയുന്ന പാസ്റ്റിൽ നമ്മൾ സൃഷ്ടിച്ച സംസ്കാരങ്ങളെ പ്യൂരിഫൈ ചെയ്ത് ലളിതമാക്കി മാറ്റണം. നമ്മളതിനെ ബറി ചെയ്തിട്ട് കാർപ്പറ്റ് അടി മൂടിയിട്ട് കാര്യമില്ല. ബറി ദ പാസ്റ്റ് എന്ന് പറയും, ഫർഗെറ്റ് ദ പാസ്റ്റ് എന്നൊക്കെ പറയും. ഫർഗെറ്റ് ചെയ്യുമ്പോഴും അതവിടെ കിടക്കും. അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യണം, ട്രാൻസ്മ്യൂട്ടേറ്റ് ചെയ്യണം, സ്നേഹമായിട്ട് ട്രാൻസ്മ്യൂട്ടേറ്റ് ചെയ്യണം. അവിടെയാണ് പ്രാർത്ഥന ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ പൂർണ്ണമായിട്ട് റിപ്പൻസോട് കൂടിയിട്ട് ഇരിക്കുമ്പോൾ ഈശ്വരന്റെ മുമ്പിലായിരിക്കണം. ആരുമില്ല. ഉറങ്ങാറാവുമ്പോൾ ഞാനും ആ പൂർണ്ണത മാത്രമല്ല. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ തന്നെയുള്ള പൂർണ്ണത. അപ്പൊ എനിക്കത് കാണാൻ സാധിക്കാത്തതുകൊണ്ട് ഞാൻ എൻ്റെ മാസ്റ്ററെ കാണുന്നു, എൻ്റെ ഗുരുനാഥനെ കാണുന്നു. പൂർണ്ണതയുടെ രൂപമായിട്ട് എൻ്റെ മാസ്റ്ററെ കാണുന്നു. ഞാൻ മാസ്റ്ററുടെ മുമ്പിലുണ്ട് എന്നുള്ള സങ്കല്പത്തിൽ കണ്ണടച്ചിരിക്കുകയാണ്. ഞാൻ അറിഞ്ഞോ അറിയാതെ ചെയ്ത തെറ്റുകൾ എനിക്കത് കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങയുടെ ആ കരുണ അതെനിക്ക് ലഭ്യമാണെന്ന് എനിക്കറിയാം. എനിക്കായിട്ട് ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല. എന്ത് അങ്ങ് എനിക്ക് വിധിച്ചതാണ് ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. അത് നമ്മൾ ആ ആക്സെപ്റ്റൻസ് ഇരിക്കണം. ഇതില് നമുക്ക് ഒരു വിധത്തിലുള്ള ജഡ്ജ്മെന്റ്, എന്നെ ഇത് രക്ഷപ്പെടുത്തണം എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ചെയ്തു പോയതാണ്. ഇപ്പോൾ ഫലം വരാതിരിക്കണം. നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുന്നത്, നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. ഞാനാണ് ഇത് ചെയ്തത്, ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. എന്താണ് അതിന് അപരാധത്തിന് പണിഷ്മെന്റ്, ഐ ആം റെഡി ടു ആക്സെപ്റ്റ്. ഞാൻ ഇത് ഇനി ആവർത്തിക്കില്ല. അപ്പൊ നമുക്ക് ഗുരുനാഥനെ അങ്ങനെ സങ്കല്പിക്കാൻ സാധിക്കും. നമുക്ക് ഈശ്വരനെ ദിവ്യതയോട് തന്നെ ഡയറക്റ്റായിട്ട് പ്രാർത്ഥന അർപ്പിക്കാം. ഈശ്വര, ഞാൻ അങ്ങേ കണ്ടിട്ടില്ല, അങ്ങ് പൂർണ്ണ സ്നേഹമാണെന്ന് ഞാൻ അറിയുന്നു. ഞാൻ ഇങ്ങനെയൊക്കെ അറിയാതെ ചെയ്യാൻ മനുഷ്യനാണ്, എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റിപ്പോയി. എന്തൊക്കെ ഈ പാസ്റ്റിൽ നിന്ന് ഉണ്ടാവുന്ന അനുഭവങ്ങളുണ്ടോ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. ഞാൻ അങ്ങേ സ്മരിച്ച് തന്നെ പ്രവർത്തിച്ചോളാം. ഇനി അങ്ങോട്ട് ഇങ്ങനെ ഞാൻ ചെയ്യില്ല എന്നുള്ളൊരു ദൃഢനിശ്ചയം നമുക്ക് ഉറക്കത്തിൽ ഉറങ്ങുമ്പോൾ വേണം. അങ്ങനെ സമാധാനമായിട്ട് കിടന്നുറങ്ങുക. ഡിവൈൻ ഗ്രേസ് തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലുള്ള ഈ തരത്തെ കളങ്കങ്ങളെ എടുത്തു കളയും, ഒരു സംശയമില്ല. നമ്മൾ തയ്യാറാവണമെന്ന് മാത്രമേ ഉള്ളൂ. ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ, കറേജസ് ആയിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാവണം എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത ജീവിതം തുടങ്ങുമ്പോൾ, അടുത്ത ദിവസം തുടങ്ങുമ്പോൾ ഒരു പുതിയ ജീവിതം തുടങ്ങാൻ ഇതൊരു വലിയൊരു അനുഗ്രഹമായിട്ട് മാറും. രാത്രി കിടക്കുമ്പോൾ, ഉറങ്ങുമ്പോൾ ദിവ്യസ്മരണയോട് ഉറങ്ങുന്നു. അപ്പോൾ ഉറക്കത്തിൽ വെറുതെ ഒരു റീപ്ലനിഷിങ് മാത്രം നടക്കുന്നതിന് പകരം ആ സമയത്ത് നമ്മളെ പ്രവർത്തിപ്പിക്കുന്ന 92% സൂപ്പർ കോൺഷ്യസിലേക്ക് കണക്റ്റഡ് ആയി കിടക്കണം. ഡിവിനിറ്റിന്ന് വരുന്ന ആ ഫ്ലോയിലേക്ക് കണക്റ്റഡ് ആയി കിടക്കണം. അമ്മയുടെ മടിത്തട്ടിൽ കുട്ടി കിടക്കുന്ന പോലെ കിടക്കണം. രാവിലെ ആകുമ്പോഴേക്കും നമ്മുടെ എല്ലാ വിഷമങ്ങളും ക്ലിയർ ആയിട്ടുണ്ടാവും. ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെയും വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.